ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ്. അതിൻ്റെ കൂടെ നെയിം ബ്രേസ്ലെറ്റ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നെയിമിന് ആവശ്യമായിട്ടുള്ള ബീഡും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഹെഡ് പിന്നാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു ചെറിയ ഹാങ്ങിങ് കൊടുക്കാനായിട്ടാണ് ഹെഡ് പിന്നും ചെയിൻ്റെ ഒരു പീസും എടുത്തിരിക്കുന്നത്. സാധാരണ ബ്രേസ്ലെറ്റിന് ഇത് രണ്ടും ആവശ്യമില്ല. ഹാങ്ങിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് മതിയാകും. ഇനി നമുക്ക് ഈ ത്രെഡിലേക്ക്, ഇലാസ്റ്റിക് ത്രെഡിലേക്ക് ബീഡ്സ് കയറ്റി കൊടുക്കാം. നമുക്ക് ആദ്യം പേരിന് ആവശ്യമായ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മോളുടെ പേരാണ് പാത്തു എന്നുള്ളത് എഴുതി കൊടുക്കുകയാണ്, ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് സെൻറ്ററിൽ വരണം. ഇനി നമുക്കിതിൻ്റെ രണ്ട് വശത്തും ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ പേരിനാവശ്യമായ ബീഡ്സും ബാക്കിയുള്ള ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് സെയിം ബീഡ് തന്നെ എടുക്കാം, അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ബട്ടർഫ്ലൈയോ ഫ്ലവറോ ബീഡ് എടുക്കാം. നമുക്ക് ഇതുപോലെ ഈ ഹെഡ് പിന്ന് ഈ ബീഡിലേക്ക് കയറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ചെയിൻ്റെ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പ്ലെയർ വെച്ചിട്ട് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. സെയിം ബീഡ് ഇട്ട് കൊടുത്താലും മതിയാകും. ഇതിങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ത്രെഡിലേക്ക് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് വശവും കെട്ടിക്കൊടുക്കാം. ഇലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കുക. ഇതുപോലെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഒരറ്റത്തു നിന്നും രണ്ട് വട്ടം അകത്തേക്ക് കയറ്റി കെട്ടിയിട്ട് കൊടുക്കുക. അടുത്ത സൈഡിലും അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മുടെ ബ്രേസ്ലെറ്റ് തയ്യാറായിട്ടുണ്ട്. ബാക്കി വന്നിരിക്കുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്മുടെ നെയിം ബ്രേസ്ലെറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് സെയിം ബീഡ് വേണമെങ്കിലും ഇടാവുന്നതാണ്.